രാമചന്ദ്രാഭിഷേകം ശ്രീരാമചന്ദ്രാഭിഷേകം സീതയാ സഹിത രാമചന്ദ്ര രഘുവീരരാജ്യാഭിഷേകം ശ്രീനീലകണ്ഠാഭിഷേകം ആഞ്ജനേയ പരിസേവ്യൻ ധീരഭരതാഭിപൂജ്യൻ വീരലക്ഷ്മണ കുമാര ശത്രുഘ്ന സോദരാർച്ചിത പദാബ്ജൻ ശ്രീനീലകണ്ഠ ഹൃദയേശൻ രാമചന്ദ്രാഭിഷേകം ശ്രീരാമചന്ദ്രാഭിഷേകം. രാമന്റെ സന്നിധിയിൽ നിന്നിട്ട് മാറാതെ രാമനെ തന്നെ പിന്തുടരുന്നു. പത്നീധർമ്മം അതിഗംഭീരമായിട്ട് ഭംഗിയായിട്ട് സീത നിർവഹിക്കുന്നു. അങ്ങനെ സീത സൗഭാഗ്യശാലിനിയാണ്. ന ജഹാദി രഥാധർമ്മേ മേരും അർക്കപ്രഭായഥ. മഹാമേരുവിനെ സൂര്യന്റെ കിരണങ്ങൾ ഒരിക്കലും വിട്ടൊഴിയാറില്ല. മഹാമേരുവിന്റെ ചരിവിൽ കൂടിയാണ് സൂര്യൻ സഞ്ചരിക്കുന്നത്. മഹാമേരുവിനെ അതിങ്ങനെ ചുറ്റി സഞ്ചരിച്ചുകൊണ്ടേയിരിക്കുന്നു സൂര്യനും ചന്ദ്രനും. സ്വർണവർണാഭമാണ് മഹാമേരു. ആ മഹാമേരുവിന് ചുറ്റുമായിട്ട് സൂര്യൻ സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ സൂര്യപ്രഭ ആ മഹാമേരുവിൽ വീണ് ആ മഹാമേരുവിന്റെ സൗന്ദര്യം അനേകമടങ്ങ് വർദ്ധിക്കും. എപ്പോഴെങ്കിലും സൂര്യപ്രഭ മഹാമേരുവിൽ നിന്നിട്ട് അകന്നു പോകുമോ? ഇല്ല. എപ്പോഴും സൂര്യപ്രഭ മഹാമേരുവിൽ തന്നെ വീണുകൊണ്ടേയിരിക്കും. അങ്ങനെ മഹാമേരുവിൽ നിന്നിട്ട് സൂര്യന്റെ പ്രഭ പിരിയാത്തതുപോലെ ധർമ്മത്തിൽ നിന്നിട്ട് സീത വ്യതിചലിക്കുന്നില്ല. ധർമ്മത്തെ തന്നെ നിരന്തരം അനുഷ്ഠിക്കുന്നു. സീത ഭാഗ്യവതിയാണ്, പുണ്യവതിയാണ്. അതേപോലെ തന്നെ ഭാഗ്യവാനാണ് ലക്ഷ്മണനും. അഹോ ലക്ഷ്മണ സിദ്ധാർത്ഥ സതതം പ്രിയവാദിനം ഭ്രാതരം ദേവസങ്കാശം യസ്ത്വം പരിചരിഷ്യസി. അല്ലയോ ലക്ഷ്മണ, അവർ വിളിച്ചു പറയാണ്, നീ അങ്ങേയറ്റം ഭാഗ്യവാനാണ്. നീ ചെയ്യേണ്ടതായ കൃത്യങ്ങളെല്ലാം ഭംഗിയായി ചെയ്യുന്നവനാണ്. അതുകൊണ്ട് നിനക്ക് ഭാഗ്യം ഇതാ കൈവന്നിരിക്കുന്നു. രാമനെ പിന്തുടരാൻ, രാമനെ സേവിക്കാൻ കഴിയുമെന്നുള്ളതാണ് ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം. നീ ഇതാ സിദ്ധാർത്ഥനായി കഴിഞ്ഞിരിക്കുന്നു. ഒരു മനുഷ്യൻ ജീവിതം കൊണ്ട് നേടേണ്ടതെന്തോ അത് നേടിയവനായി കഴിഞ്ഞിരിക്കുന്നു. നീ ഇതാ എപ്പോഴും പ്രിയം മാത്രം പറയുന്ന, മധുരം മാത്രം പറയുന്ന തന്റെ ഭ്രാതാവായ സഹോദരനായിരിക്കുന്ന ദേവസങ്കാശനായ ദേവതുല്യനായിരിക്കുന്ന ശ്രീരാമചന്ദ്രനെ നീ ഇതാ ഒരു നിമിഷം പോലും പിരിയാതെ പരിചരിക്കുന്നു. അല്ലയോ ലക്ഷ്മണ, നീ ഭാഗ്യശാലിയാണ്. നീ നേടേണ്ടതെല്ലാം നേടിയവനാണ്. നിന്റെ ഈ തീരുമാനമുണ്ടല്ലോ, അത് ഏറ്റവും മഹാത്മ്യമേറിയതാണ്. മഹത്യേഷാഹിതേ ബുദ്ധി ഏഷജാഭ്യുദയോ മഹാൻ യേശ സ്വർഗസ്യ മാർഗശ്ച യദേനം അനുഗച്ഛസി. അല്ലയോ ലക്ഷ്മണ, നീ ഇതാ രാമനെ പിന്തുടരുന്നു. ഇത് സ്വർഗത്തിലേക്കുള്ളതായ, ശ്രേയസിലേക്കുള്ളതായ, പുണ്യലോകങ്ങളിലേക്കുള്ളതായ മാർഗമാണ്. ഈ ഭൂലോകത്തിന്റെ ഉപരി ഭൂരലോകം, അതിനുപരി സ്വർലോകം, പുണ്യലോകങ്ങൾ അങ്ങോട്ടങ്ങോട്ടാണ്. ആരാണോ ധാർമ്മിക കർമ്മങ്ങൾ നിരന്തരം ചെയ്യുന്നത് അവരിലെ രജോ ഗുണവും തമോ ഗുണവും കുറഞ്ഞു കുറഞ്ഞ് സാത്വിക ഗുണം വർദ്ധിക്കും. രജോ ഗുണത്തിന്റെ തമോ ഗുണത്തിന്റെയും കുറവ് സംഭവിക്കുന്നതിനനുസരിച്ചിട്ടാണ് സാത്വിക ഗുണം വർദ്ധിക്കുക. അതിനനുസരിച്ചിട്ട് ഭൂലോകത്തിൽ നിന്നിട്ട് ഭൂർലോകത്തിലേക്ക് ഉയരും. സ്ഥൂല ശരീരം കൊണ്ട് എല്ലാവരും ഭൂലോകത്തിൽ തന്നെ, പക്ഷേ ബോധമണ്ഡലം ഭൂർലോകത്തിൻ്റെതാകും. വീണ്ടും സാത്വിക കർമ്മങ്ങളാൽ അവിടെ നിന്നിട്ട് ഭൂർലോകത്തിൽ നിന്നും ഉയർന്ന സ്വർലോകത്തിലേക്ക് പോകും. പിന്നെ മഹർലോകത്തിലേക്ക് ഉണരും. മഹർഷിമാരെല്ലാം മഹർലോകത്തിലാണ് അവരുടെ ബോധമണ്ഡലത്തെ ഉറപ്പിച്ചിരിക്കുന്നത്. സ്ഥൂല ശരീരം കൊണ്ട് ഈ ഭൂമിയിൽ തന്നെ. എന്തിനു വേണ്ടി? നമ്മെ അനുഗ്രഹിക്കാൻ വേണ്ടി. എങ്കിൽ മാത്രമേ നമുക്ക് മഹർഷിമാരെ കാണാൻ പറ്റൂ, അവരുടെ വാക്കുകൾ കേൾക്കാൻ പറ്റൂ. അതിനുവേണ്ടി സ്ഥൂല ശരീരം ധരിച്ച് ഈ ഭൂമിയിൽ സഞ്ചരിക്കും. നമുക്ക് വഴികാട്ടി തരും, നമുക്ക് ഉപദേശം തരും, നമുക്ക് ഗ്രന്ഥങ്ങൾ തരും. അങ്ങനെ നമ്മെ അനുഗ്രഹിക്കും.
പക്ഷേ അങ്ങനെ ഈ ലോകത്തിൽ നമ്മളോടൊപ്പം സഞ്ചരിച്ച് പ്രവർത്തിക്കുമ്പോഴും അവരുടെ ബോധമണ്ഡലം മഹർലോകത്തിലാണ്. അങ്ങനെ അല്ലയോ ലക്ഷ്മണ, നീ ചെയ്യുന്ന സാത്വിക കർമ്മമുണ്ടല്ലോ, അത് നിനക്ക് സ്വർലോകത്തിലേക്ക് എന്ന് പറഞ്ഞാൽ സൂക്ഷ്മലോകങ്ങളിലേക്ക്, പൂർലോക, സ്വർലോക, മഹർലോക, ജനലോക, തപോലോക, സത്യലോകാദികളിലേക്കും അതിനപ്പുറത്തേക്കും മായാതീതത്തിലേക്കും ഉയർന്നു ചെല്ലാനുള്ള മാർഗമാണിത്. ഇതാണ് അതിനുള്ളതായ മഹാതപസ്. അതാണ് ഏഷ സ്വർഗസ്യ മാർഗശ്ച, ഇത് സ്വർഗത്തിലേക്കുള്ള മാർഗമാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സൂക്ഷ്മ ലോകങ്ങളിലേക്കുള്ള മാർഗമാണ്. അതുകൊണ്ട് അല്ലയോ ലക്ഷ്മണ, മഹത്തേഷാഹിതേ ബുദ്ധി, നിന്റെ ഈ തീരുമാനം, രാമനെ പിന്തുടരാനുള്ള തീരുമാനം, രാമനെ സേവിക്കാനുള്ള തീരുമാനം ഏറ്റവും മഹാത്മ്യമേറിയതാണ്. ആരും ലക്ഷ്മണൻ കാട്ടിൽ പോകണമെന്ന് പറഞ്ഞിട്ടില്ലല്ലോ, ആരും ആവശ്യപ്പെട്ടിട്ടില്ല. ലക്ഷ്മണന്റെ സ്വന്തം തീരുമാനം. താൻ കാനനത്തിലേക്ക് പോകുന്നു എന്നാണ് അമ്മയോട് പോലും പറഞ്ഞത്. അമ്മയോട് അനുവാദം ചോദിച്ചിട്ട് കാനനത്തിലേക്ക് പോവുകയായിരുന്നില്ല. ആകെ രാമനോട് അനുവാദം ചോദിച്ചു. എനിക്ക് അനുവാദം തന്നേ പറ്റൂ എന്നായിരുന്നു രാമനോട് പറഞ്ഞ്, ഞാൻ അങ്ങയോടൊപ്പം കാനനത്തിലേക്ക് വരുന്നു, അങ്ങയെ ഒരു നിമിഷം പോലും ഞാൻ പിരിയില്ല, അങ്ങയെ ഞാൻ സേവിക്കും, എങ്ങനെയൊക്കെ സേവിക്കും എന്നെല്ലാം വളരെ വിശദമായിട്ട് ലക്ഷ്മണൻ പറയുന്നത് നമ്മൾ കേട്ടു. രാമന്റെ അനുവാദം വേണം കൂടെ പോകാൻ, അങ്ങ് അനുവദിക്കണം, നിർബന്ധമായിട്ട് ലക്ഷ്മണൻ രാമനോട് പറഞ്ഞു. വേറെ ആരോടും അനുവാദം ചോദിച്ചില്ല. ദശരഥനോടും ചോദിച്ചില്ല, കൗസല്യയോടും ചോദിച്ചില്ല, കൈകേയിയോടോ സുമിത്രയോടോ ചോദിച്ചില്ല. പക്ഷെ അവരെല്ലാം ചെന്ന് വന്ദിച്ചു, അവരെല്ലാം പ്രദക്ഷിണം ചെയ്തു, അവരെ ദണ്ഡനമസ്കാരം ചെയ്തു. അതാണ് അവരോടുള്ളതായ ബഹുമാനത്തിന്, അവരോട് ചെയ്യേണ്ടതായ കർത്തവ്യത്തിന് ഒരു കുറവുമില്ല. പക്ഷേ തീരുമാനം ലക്ഷ്മണന്റേത് മാത്രമാണ്. ഇതേപോലെ തന്നെയാണ് സീതയുടെ കാര്യവും. തീരുമാനം സീതയുടേത് മാത്രമാണ്. ആ അവസരത്തില് ലക്ഷ്മണന്റെ തീരുമാനം അംഗീകരിച്ചുകൊണ്ട് സുമിത്ര പറയുന്നതാണ് നമ്മൾ നേരത്തെ കേട്ടത്, രാമം ദശരഥം വിദ്ധി എന്നെല്ലാം. അങ്ങനെയുള്ളതായ നിന്റെ ഈ തീരുമാനം നാട്ടുകാർ ലക്ഷ്മണനോട് വിളിച്ചു പറയുകയാണ്. നിന്റെ ഈ തീരുമാനം ഏറ്റവും മഹത്വമേറിയതാണ്. ഇതുകൊണ്ട് നിനക്ക് എല്ലാ പ്രകാരത്തിലുമുള്ളതായ അഭ്യുദയമുണ്ടാകും, നന്മയുണ്ടാകും, ശ്രേയസ്സുണ്ടാകും, വിജയങ്ങളുണ്ടാകും. ഇങ്ങനെ ആളുകൾ രാമന്റെ തേരിന്റെ പിന്നാലെ ഓടി 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 അവർ തളർന്നിട്ടും അവരുടെ മനസ്സ് തളരുന്നില്ല. അതുകൊണ്ട് മനസ്സിന്റെ ബലത്തിൽ ശരീരം ഇപ്പോഴും ഓടിക്കൊണ്ടിരിക്കുകയാണ്. അവർ ഇങ്ങനെ വിളിച്ചു പറഞ്ഞു. ഈ അവസരത്തിൽ മഹാരാജാവ് തേര് ഇങ്ങനെ ദൂരേക്ക് ഓടിപ്പോകുന്ന ശബ്ദം കൊട്ടാരത്തിനകത്ത് നിന്ന് കേട്ടു. രാമനിതാ കാട്ടിലേക്ക് പുറപ്പെട്ടു എന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. അദ്ദേഹം എന്ത് ചെയ്തു എന്നറിയോ? ഒരു ഉന്മത്തനെ പോലെ താൻ ഇരിക്കുന്നിടത്തു നിന്നിട്ട് എണീറ്റ് അദ്ദേഹം ഒരൊറ്റ ഓട്ടം വെളിയിലേക്ക് രാമനെ വീട്ടിൽ കാണുന്നതിന് വേണ്ടിയിട്ട് നിർജകാമ പ്രിയം പുത്രം ദ്രക്ഷ്യാമീതി ബ്രുവൻ ഗൃഹാത്, തന്റെ വീട്ടിൽ നിന്ന്, തന്റെ കൊട്ടാരത്തിൽ നിന്ന് തന്റെ പ്രിയപുത്രനെ കാണുന്നതിന് വേണ്ടിയിട്ട് അദ്ദേഹം വളരെ വേഗത്തിൽ ഇറങ്ങി. അദ്ദേഹം ആ രാജവീഥിയിലൂടെ ഓടി. രാമൻ ഇങ്ങനെ കാനനത്തിലേക്ക് പോകുന്നതും രാമനെ ഒരു നോക്ക് കാണാൻ വേണ്ടിയിട്ട് നാട്ടുകാരിങ്ങനെ രാമന്റെ കൂടെ ഓടുന്നതും അവരോടൊപ്പം ഇതാ ദശരഥനും രാമനെ കാണാൻ വേണ്ടിയിട്ട് ഓടുന്നതും ഒക്കെ കണ്ടിട്ട് സ്ത്രീകൾ എല്ലാവരും വാവിട്ട് കരയാൻ തുടങ്ങി. ശുശ്രൂവേജ അഗ്രത സ്ത്രീണാം രുതദീനാം മഹാസ്വനഃ. രാമൻ കേട്ടു. ഉറക്കെ 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 നിലവിളിക്കുന്ന സ്ത്രീകളുടെ ആ ശബ്ദം രാമൻ വളരെ വേഗത്തിൽ കേട്ടു. അപ്പോഴേക്കും രാമന് കാര്യം മനസ്സിലായി. ശ്രീരാമചന്ദ്രൻ ഉടനെ തന്നെ സൂതനോട് പറഞ്ഞു, അല്ലയോ സൂത, വളരെ വേഗത്തില് ഈ തേര് തെളിച്ചു കൊല്ലണം. സൂതം സഞ്ചോദയാമാസ ത്വരിതം വാഹ്യതാമിതി. ശ്രീരാമചന്ദ്രൻ സൂതനെ പ്രേരിപ്പിച്ചു, സൂതനോട് ആജ്ഞാപിച്ചു. എന്താണ്? ത്വരിതം വാഹ്യതാമിതി. അല്പം പോലും തേരിന് വേഗത കുറഞ്ഞു പോകരുത്. വളരെ വേഗത്തില്, എത്ര വേഗത്തിൽ സാധിക്കുമോ അത്രയും വേഗത്തില്
കാനനത്തിന്റെ നേരെ പാഞ്ഞു പോവുക. ആരായി പറയുന്നത് എന്നുകൂടി വാൽമീകി അവിടെ പ്രത്യേകം എടുത്ത് പറയുന്നുണ്ട്. സജ ശ്രീമാൻ അചിന്ത്യാത്മാ രാമോ ദശരഥാത്മജ. ദശരഥന്റെ പുത്രനായിരിക്കുന്ന രാമനാണ് സുമന്ത്രരോട് വളരെ വേഗത്തിൽ തേര് തെളിക്കാൻ ആവശ്യപ്പെട്ടത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നാട്ടുകാരെല്ലാം ഓടി വരുന്നു, സ്ത്രീകളെല്ലാം ഓടി വരുന്നു, അവർ ഉറക്ക നിലവിളിക്കുന്നു. ഇതാ നിലവിളി ശബ്ദം കൂടി. എന്താ, മഹാരാജാവും ഓടി വരുന്നു, അച്ഛൻ ഓടി വരുന്നു. അപ്പോൾ അമ്മമാരും കൂടെ ഉണ്ട് എന്ന് വ്യക്തം. അച്ഛൻ ഓടി വരുമ്പോഴേക്കും അമ്മമാര് കൂടെ വരും. കൗസല്യയും സുമിത്രയും നിശ്ചയമായിട്ടും കൂടെ വരും. കൈകേയി വരില്ല, കാരണം രാമൻ കാട്ടിലേക്ക് പോകുന്നതാണ് കൈകേയിക്ക് ഇപ്പോൾ ഏറ്റവും വലിയ പ്രിയങ്കരമായിട്ടുള്ള കാര്യം. പക്ഷേ മറ്റേ രണ്ട് അമ്മമാരും കൂടെ വരും. അങ്ങനെ അവരെല്ലാം കൂടെ വരുന്നു. ഇനി അല്പം പോലും വേഗത കുറഞ്ഞു പോയി കഴിഞ്ഞാൽ അത് കാനനയാത്രയ്ക്ക് തടസ്സമായി തീരും. അതുകൊണ്ട് ദശരഥപുത്രനായിരിക്കുന്ന ശ്രീരാമൻ, എങ്ങനെയുള്ള രാമൻ? ശ്രീമാൻ, ഐശ്വര്യത്തോടു കൂടിയവനായ ശ്രീരാമൻ, അചിന്ത്യാത്മാ. നമുക്ക് നമ്മുടെ മനസ്സുകൊണ്ടും ബുദ്ധി കൊണ്ടും അദ്ദേഹം ആരാണ് എന്ന് കണ്ടെത്താനാവില്ല. നമ്മുടെ മനസ്സ് അദ്ദേഹത്തിൽ എത്തിച്ചേരില്ല. അദ്ദേഹത്തെ നേരിട്ട് അനുഭവിച്ചറിയാൻ വേണ്ടി, കണ്ടറിയാൻ വേണ്ടി, അദ്ദേഹം ആരാണെന്ന് വിലയിരുത്താൻ വേണ്ടി നമ്മുടെ ബുദ്ധിക്ക് കഴിയില്ല. നമ്മുടെ ബുദ്ധിക്കും പ്രാപിക്കാൻ കഴിയുന്നതിനും അപ്പുറത്താണ് ശ്രീരാമചന്ദ്രന്റെ സ്ഥിതി. അതാണ് അചിന്ത്യാത്മാവാണ് ശ്രീരാമചന്ദ്രൻ. അങ്ങനെയുള്ള രാമൻ അവിടെ വാൽമീകി പറഞ്ഞു വെച്ചിരിക്കുന്നു, രാമൻ പരമാത്മാവാണ് എന്ന്. അചിന്ത്യാത്മാവായിട്ടുള്ളത് പരമാത്മാവ് തന്നെ. എവിടെയാണോ മനസ്സിന് എത്താൻ കഴിയാതെ മനസ്സ് വാക്കിനോടൊപ്പം തിരിച്ചു പോരുന്നത്, അതാണ് പരമാത്മാവിന്റെ പവിത്രമായിരിക്കുന്ന സ്ഥാനം. അങ്ങനെയുള്ളവനായി ശ്രീരാമചന്ദ്രൻ സുമന്ത്രരോട് പറഞ്ഞു, വളരെ വേഗത്തിൽ പോകൂ എന്ന്. രാമോ യാഹീരിതം സൂതം. രാമൻ സുമന്ത്രരോട് യാഹി പോകൂ എന്നിങ്ങനെ പറഞ്ഞപ്പോ തിഷ്ടേതിച്ച ജനസ്തഥ, ജനങ്ങൾ വിളിച്ചു പറഞ്ഞു സൂതനോട് നില്ല്. അങ്ങനെ വിപരീതമായ അഭിപ്രായം രാമനും നാട്ടുകാർക്കും. യഥാർത്ഥത്തിൽ അവരുടെ എല്ലാം മനസ്സ് ഒന്നായി ധർമ്മത്തിൽ നിൽക്കുകയാണ്. പക്ഷേ ഇവിടെ ആ ധർമ്മം പ്രവർത്തിക്കുന്നത് ഈ പ്രകാരത്തിലാണ്. രാമനെ ഇവിടെ നിർത്തുന്നതാണ് നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം ധർമ്മം. രാമൻ അയോധ്യയിൽ തന്നെ വേണം. രാമനെ സംബന്ധിച്ചിടത്തോളം കാനനത്തിലേക്ക് പോകുന്നതിലാണ് തന്റെ ധർമ്മം. അതുകൊണ്ട് രണ്ടു കൂട്ടരും ധർമ്മത്തിൽ നിന്ന് പിടിവിടുന്നില്ല, ധർമ്മത്തെ നടപ്പിലാക്കാനുള്ള ശ്രമത്തിലാണ്. അതുകൊണ്ട് പൊയ്ക്കോ എന്ന് രാമൻ, നിൽക്ക എന്ന് നാട്ടുകാര്. ഇങ്ങനെ വലിയൊരു മത്സരം തന്നെ അവിടെ നടന്നു. ആ ഓട്ടം ഇങ്ങനെ നടക്കുമ്പോഴേക്കും രാമന്റെ തേര് നിർത്തുന്നില്ല. വളരെ വേഗത്തിൽ അത് പോവുകയാണ് എന്ന് കണ്ടിട്ട് മഹാരാജാവായ ദശരഥൻ നിപപാദൈവ ദുഃഖേന കൃതമൂലൈവ ദ്രുമ, ഒരു വലിയ വൃക്ഷത്തെ അതിന്റെ കടക്കൽ വെച്ച് മുറിച്ചിട്ട് കഴിഞ്ഞാൽ എങ്ങനെയാ അത് വീഴുക? അതേ പ്രകാരത്തില് ദശരഥ മഹാരാജാവ് നിലവിളിച്ചുകൊണ്ട് ഭൂമിയിൽ തെന്നി വീണു. അത് കഴിഞ്ഞ് അദ്ദേഹം വീഴുമ്പോഴേക്കും എല്ലാവരും കൂടി ഓടി അടുത്തെത്തുകയാണ് അദ്ദേഹത്തെ എണീപ്പിക്കാനായിട്ട്. വീണ്ടും വല്ല വിധേയനെയും അദ്ദേഹം എണീറ്റു, തല ഉയർത്തി എണീറ്റു. അവിടെ നിന്നുകൊണ്ട് അദ്ദേഹം ഉറക്കെ വിളിച്ചു പറയാണ്, തിഷ്ടേതി രാജാ ചുക്രോശ. മഹാരാജാവ് അലറി വിളിച്ചു, തിഷ്ട എന്ന്, നിൽക്ക എന്ന്. രാജാവിന്റെ ആജ്ഞയാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, കൽപ്പന കല്ലപ്പിള്ളർക്കും എന്ന്. രാജാവിന്റെ ആജ്ഞ അത്ര കണ്ട് ബലിഷ്ഠമാണ്, അതനുസരിച്ചേ പറ്റൂ. അത് ധിക്കരിക്കാൻ ആർക്കും അധികാരമില്ല. സുമന്ത്രരാകട്ടെ മഹാരാജാവ് ചിന്തിച്ചാൽ മതി അത് നടപ്പിലാക്കിയിരിക്കും. ഇതുവരെ അങ്ങനെയായിരുന്നു. രാജാവിന്റെ സങ്കല്പങ്ങളെല്ലാം ആ നിമിഷം, പ്രത്യേകിച്ച് പറയുപോലും വേണ്ട, അതറിഞ്ഞ് അദ്ദേഹത്തിന്റെ ഹൃദയം അറിഞ്ഞിട്ട് സുമന്ത്രർ പ്രവർത്തിച്ചിരിക്കും. ഒരു നിമിഷം പോലും, ഒരു കാര്യത്തിൽ പോലും വീഴ്ച സുമന്ത്രർക്ക് പറ്റിയിട്ടില്ല.
ആ സുമന്ത്രരാണ് തേരിലിരിക്കുന്നത്. ആ സുമന്ത്രരോടാണ് രാജാവ് വിളിച്ചു പറയുന്നത് തിഷ്ട എന്ന്. തിഷ്ടേതി രാജ ചുക്രോശ. ഉറക്കെ വിളിച്ചു പറയാണ് നിൽക്ക് എന്ന്. അപ്പോഴേക്കും അച്ഛനെ സത്യപ്രതിജ്ഞനാക്കാൻ പുറപ്പെട്ടിരിക്കുന്ന രാമൻ അച്ഛന്റെ വാക്ക് സത്യമായി തീരണം എന്ന് ഇത്രയേറെ നിർബന്ധ ബുദ്ധിയുള്ള രാമൻ എന്താ പറഞ്ഞ് യാഹി യാഹീതി രാഘവ. രാഘവൻ വിളിച്ചു പറഞ്ഞത് യാഹി യാഹി എന്ന്.